വിശംസിക്കട്ടെ. സ്ഥൈര്യലേപനത്തിന്റെ ചടങ്ങുകൾ നിങ്ങൾ കണ്ടു ദേവാലയത്തിലേത്. ഇന്ന് സ്ഥൈര്യലേപനത്തിലെ ഓരോ ചടങ്ങുകളുടെയും അർത്ഥങ്ങളും അതിനുള്ള കാരണങ്ങളും വിശദമായിട്ട് നൽകുകയാണ്. ഏവർക്കും വിശംസിക്കട്ടെ സ്ഥൈര്യലേപനത്തിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ഥൈര്യലേപന കൂദാശയുടെ ചരിത്രം പല ഘട്ടങ്ങളിലൂടെയാണ് വികസിച്ചു വന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കത്തോലിക്ക സഭയുടെ വിശ്വാസപ്രകാരം ഈ കൂദാശ അപ്പോസ്തലന്മാരിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിന്റെ ആചാരരൂപവും ദൈവശാസ്ത്രപരമായ വിശദീകരണവും നൂറ്റാണ്ടുകളിൽ വികസിച്ചതാണെന്ന് നിങ്ങൾ അറിയുക. നമ്മൾക്ക് ആ നൂറ്റാണ്ടുകളിലേക്ക് പതിയെ സഞ്ചരിക്കാം. ഈ കൂദാശയോടൊപ്പം ഈ കൂദാശ ഏതൊക്കെ കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് എത്തിയത്, ആരിലൂടെയൊക്കെയാണ് എന്ന് കൂടി നമ്മൾക്കറിയാം. അപ്പോസ്തലിക കാലം എന്ന് പറയുന്നത് AD 30 മുതൽ AD 100 വരെയുള്ള ആ കാലഘട്ടത്തെയാണ് അപ്പോസ്തലിക കാലം. യേശു ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം. അടുത്തത്, പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യരുടെയും മാതാവിന്റെയും മേൽ അഗ്നിയായി ഇറങ്ങി വന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ. തുടർന്ന്, അതായത് പെന്തക്കോസ്തയ്ക്ക് ശേഷം മാമോദിസ നൽകി ജെറുസലേമിൽ വെച്ച്. അതും ഞാൻ വിശദമായി പറയുന്നില്ല, ഏവർക്കും അറിവുള്ളതാണ്. പിന്നെ കൈവച്ച് പരിശുദ്ധാത്മാവിനെ നൽകാനായി പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 14 മുതൽ 17 വരെ വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 5 മുതൽ 6 വരെ. ഇതാണ് അടിസ്ഥാനം. സ്ഥൈര്യലേപന കൂദാശയുടെ അടിസ്ഥാനമായി സഭ കാണിക്കുന്നത് ഈ 2 പ്രവർത്തനങ്ങളെയാണ്. 2-ാം നൂറ്റാണ്ടിലേക്ക് വരികയാണ്. അതായത് AD 30, 100 നമ്മൾ കഴിഞ്ഞു. ഇനി AD 100 മുതൽ 200 വരെ ഉള്ള കാലഘട്ടങ്ങൾ, അതായത് 2-ാം നൂറ്റാണ്ട്, മറ്റത് 1-ാം നൂറ്റാണ്ട്. ആ മാമോദീസയ്ക്ക് ശേഷം കൈവയ്പും വിശുദ്ധ തൈലത്താൽ അഭിഷേകവും സഭയിൽ സാധാരണ രീതി ആയി. തെർത്തുല്യൻ, ദൈവശാസ്ത്രജ്ഞനായ വേദപണ്ഡിതനായ തെർത്തുല്യൻ AD 200 തൻ്റെ ഡി ബാപ്റ്റിസ്മോ എന്നതിൽ മാമോദീസയ്ക്ക് ശേഷമുള്ള അഭിഷേകത്തെ പറ്റിയും കൈവയ്പിനെ പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ 3-ാം നൂറ്റാണ്ടിൽ ഹിപ്പോലിറ്റസ് ഓഫ് റോം, ഹിപ്പോലിറ്റസ് എന്ന ദൈവശാസ്ത്ര പണ്ഡിതൻ രചിച്ച അപ്പോസ്തലിക് ട്രഡീഷൻ, അത് AD 215 അത് രചിച്ചത്. അതിൽ മെത്രാൻ ക്രിസം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിന്റെ വിവരണം അതിൽ കാണാം. ചിന്തിക്കുക, 2-ാം നൂറ്റാണ്ടിൽ. ഇത് സ്ഥൈര്യലേപനത്തിന്റെ ഏറ്റവും പഴക്കമുള്ള ആരാധന ക്രമസാക്ഷ്യങ്ങളിൽ ഒന്നാണ് ഹിപ്പോളിറ്റസിന്റെ. ഇനി 4-ാം നൂറ്റാണ്ടിൽ സിറിൽ ഓഫ് ജെറുസലേം തന്റെ മിസ്റ്റോജിക്കൽ കാറ്റക്കിസിസ് എന്ന ഗ്രന്ഥത്തിൽ ക്രിസം അഭിഷേകത്തിന്റെ ആത്മീയമായ അർത്ഥത്തെ വിശദീകരിക്കുന്നുണ്ട്. അംബ്രോസ് ഓഫ് മിലാൻ സ്ഥൈര്യലേപനത്തെ പറ്റിയും എഴുതിയിട്ടുണ്ട്. കിഴക്കൻ സഭയിൽ മാമോദീസയും ഒപ്രീസ്മായും, അതായത് ക്രിസ്മേഷൻ, ആദ്യ കുർബാനയും ഒരുമിച്ച് നൽകി തുടങ്ങി. പാശ്ചാത്യ സഭയിലും, അതായത് ലത്തീൻ സഭയിലും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു എന്നുകൂടി നിങ്ങൾ അറിയുക. ഇനി നമുക്ക് 5-ാം നൂറ്റാണ്ടിലേക്ക് വരാം. 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ പാശ്ചാത്യ സഭയിൽ, അതായത് റോം സഭയിൽ വിശ്വാസികൾ വളരെ കൂടുതലായി. എല്ലാ മാമോദിസയിലും മെത്രാന്മാർക്ക് സന്നിഹിതരാകാൻ പറ്റുന്നില്ല. ആയതിനാൽ വൈദികരായി മാമോദിസ നൽകി തുടങ്ങിയത്. അതിനുശേഷം അവിടെ ആ
സ്നാനാർത്ഥികൾക്ക്, അതായത് മാമോദിസ ലഭിച്ച അർത്ഥികൾക്ക് മെത്രാൻ വന്ന് ക്രിസം അഭിഷേകം ചെയ്യുകയാണ്. അത് മറ്റൊരു സമയത്താണ് വരുന്നത്. അതായത് മാമോദിസ നൽകുന്ന സമയത്തല്ല, അതിനുശേഷം ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞായിരിക്കും വരുന്നത്. അവിടെയാണ് ശിശു മാമോദിസ എന്നതിൽ നിന്ന് മാറിയത്. ആ മാമോദിസ എന്ന കൂദാശയെ പറ്റി ഞാൻ പറയുമ്പോൾ വിശദമായിട്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ സ്ഥൈര്യലേപനത്തെ പറ്റിയാണ്. ഇവിടെയാണ് സ്ഥൈര്യലേപനം വേറിട്ട് തുടങ്ങിയത്. അതായത് മാമോദിസയിൽ നിന്ന് വേറിട്ടൊരു കൂദാശയായി മാറിത്തുടങ്ങിയത്. ഇനി മധ്യകാലം, കോൺഫർമേഷൻ എന്ന ലത്തിൻ പേര് വ്യാപകമായി ഉപയോഗിച്ചു. ലത്തിൻ സഭയിൽ കോൺഫർമേർ എന്ന ഉറപ്പിക്കുക, ശക്തിപ്പെടുത്തുക എന്ന പദമാണ് കൺഫർമേഷനായി മാറിയത്. കൗൺസിൽ ഓഫ് ഫ്ലോറൻസ്, അതായത് 1439 സഭ ഔദ്യോഗികമായി 7 കൂദാശകളാണെന്ന് പ്രഖ്യാപിച്ചു. അതിൽ രണ്ടാമത്തേതാണ് സ്ഥൈര്യലേപനം. ഇനി ട്രെൻഡ് കൗൺസിലില്, അതായത് ട്രെൻഡ് സിനോദോസ് 1545 മുതൽ 1563 വരെ. ഇതിന്റെ ആവശ്യകത തന്നെ പ്രൊട്ടസ്റ്റന്റ് നവീകരണ സമയത്താണ്. പ്രൊട്ടസ്റ്റന്റ് എന്ന് തുടങ്ങി 1517 ഒക്ടോബർ 31 മുതലാണ് പ്രൊട്ടസ്റ്റന്റ് നവീകരണം തുടങ്ങിയത്. ഈ പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന് പറയുന്നത് പിൽക്കാലത്ത് അത് പിളർന്ന് പല പല സഭകളായി. എങ്കിലും ഒറ്റ സഭയായിട്ടാണ് നാം അറിയുന്നത്. ഈ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ എത്ര കൂദാശകളുണ്ട്? 7 കൂദാശകളുണ്ടോ? ഇല്ല, 2 കൂദാശകളാണ്. ആദ്യം മാർട്ടിൻ ലൂതർ കിങ് 2ന്റെ കൂട്ടത്തിൽ 3ആയി കൺഫെഷനും കൂടി കൂട്ടിയിരുന്നു. പിന്നീട് അത് 2ആയിട്ട് തന്നെ മാറി. കാൽവിൻ, അങ്ങനെ വ്യത്യസ്ത പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 2 കൂദാശകളുണ്ട്. അപ്പോഴാണ് കത്തോലിക്ക സഭയ്ക്ക് 7 കൂദാശ എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നത്. ഇത് കൂദാശയെ പറ്റി ഞാൻ പറയുമ്പോൾ ആ കൂദാശകൾ എപ്പോഴാണ്, ഏത് തരത്തിലാണ് വന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യകാലത്ത് കൂദാശകളില്ലായിരുന്നു. അത് മിസ്റ്റീരിയം എന്നാണ് അറിയപ്പെട്ടത്. അത് 30ഓളം മിസ്റ്റീരിയമായിരുന്നു. കൂദാശയോട് ബന്ധപ്പെടുന്ന ആരാധനപരമായ പല കാര്യങ്ങളെ മൊത്തത്തിലായിരുന്നു അത് പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഈ ഒരു തലത്തിലേക്ക് എത്തിയത്. അപ്പോൾ സ്ഥൈര്യലേപനം ഒരു കൂദാശയെന്ന് പ്രഖ്യാപിക്കൽ തന്നെയായിരുന്നു ട്രെൻഡ് കൗൺസിലിന്റെ ഉദ്ദേശവും. ആ ട്രെൻഡ് കൗൺസിലൂടെ ചെയ്തതും 7 കൂദാശകളായി തീരുമാനിച്ചതും. ഇത് പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യമാണ്, അനുഗ്രഹമാണ്, ശക്തിയാണ്, സ്ഥിരപ്പെടുത്തലാണെന്ന് പ്രഖ്യാപിക്കൽ കൂടിയായിരുന്നു ആ കൂദാശയിലൂടെ. 1962 മുതൽ 1965 വരെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹം തന്നെയായിരുന്നു സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. കാര്യം നമ്മൾക്ക് പ്രാദേശിക ഭാഷയിൽ നമ്മളുടെ കുർബാനയെ കൂടാനും അനുഭവിക്കാനും കഴിഞ്ഞത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലാണ്. അതിനെപ്പറ്റിയും വിശദമായി പറയാം. നമ്മളിപ്പോൾ സ്ഥൈര്യലേപനത്തിലേക്കല്ലേ. മാമോദീസയുടെ പൂർണ്ണതയാണ് സ്ഥൈര്യലേപനമെന്ന് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചു. അത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ദാനമാണെന്നും വിശ്വാസിയെ സഭയുടെ സാക്ഷിയാക്കുന്ന കൂദാശയാണെന്നും അതിൽ ഊന്നിപ്പറഞ്ഞു. 1971 വരെ നമുക്ക്, അതായത് നമ്മുടെ പിതാക്കന്മാർക്കും നമ്മളുടെയൊക്കെ സഹോദരങ്ങൾക്ക്, മൂത്ത സഹോദരന്മാർക്കെല്ലാം ഇവിടെ ഇങ്ങനെ ഒരു 3 വിരൽ കണ്ടിരുന്നു, വിരൽ പാടുകൾ കണ്ടിരുന്നു. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിയാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ കാലം വന്നപ്പോൾ, എനിക്ക് കൺഫർമേഷൻ വരുന്ന സമയത്ത് കുരിശടയാളം മാത്രമായിരുന്നു. അതിനെപ്പറ്റി പറയാം. ഇവിടെ തന്നെ പോട്ടെ. 1971 പോപ്പ് പോൾ ആറാമൻ ഡിവിനെ കോൺസ്റ്റോറിയം നാച്ചുറെ എന്ന അപ്പോസ്തലിക് ഭരണഘടനയിലൂടെ സ്ഥൈര്യലേപനത്തിന്റെ ആരാധനക്രമത്തെ പുതുക്കി. ഈ കവിളിൽ അടിക്കുന്നത് സ്ലാബ്സ് എന്നുള്ള ആ തലത്തിൽ നിന്ന് മാറി, അത് മാറ്റി കുരിശടയാളം മാത്രം മതി എന്നായി. ഇതാണ് ഇന്ന് ലത്തീൻ സഭയിൽ ഉപയോഗിക്കുന്ന ആചാരത്തിന്റെ അടിസ്ഥാനം. പോൾ ആറാമനിലൂടെ 1971 കാലഘട്ടത്തിൽ.
കേരളത്തിലെ സുറിയാനി പാരമ്പര്യത്തിൽ ഈ കൂദാശയെ ഒപ്രിസ്മ, അതായത് ക്രിസ്മേഷൻ എന്നാണ് വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സീറോ മലബാർ, സീറോ മലങ്കര സഭകളിൽ ഇന്നും ശിശുമാമോദീസയോടൊപ്പമാണ് ഒപ്രിസ്മ നൽകുന്നതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയുക. തൈര് ലേപനം ഒരു മധ്യകാല കണ്ടുപിടുത്തമല്ല എന്നറിയുക. അതിൻ്റെ റൂട്ട്സ്, അതിൻ്റെ വേരുകൾ അപ്പോസ്തലന്മാരുടെ കൈവയ്പിലും പരിശുദ്ധാത്മാവിന്റെ ദാനത്തിലും ആഴമായി പതിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് നാം കാണുന്ന ഈ രൂപം സഭയുടെ 2000 വർഷത്തെ ചരിത്ര വികസനത്തിന്റെ ഫലമാണെന്ന് കൂടി അറിയുക. ഇനി നമ്മൾക്ക് മറ്റ് ചടങ്ങുകളിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് സ്നാനാർത്ഥിയെ, അതായത് സ്ഥൈര്യലേപന സ്നാനാർത്ഥിയെ പടയാളി എന്ന് പറയുന്നത്? ആ പടയാളി എന്ന തലത്തിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.